എത്തി നബി തങ്ങൾ ചോദിച്ചത് ഒറ്റ ചോദ്യ, ഈ മയ്യത്തിന് കടണ്ടോ? കടം വാങ്ങിയിട്ട് വീട്ടാതെ മരിച്ചവനാണോ? കൂട്ടത്തിലുള്ള ഒരു സഹാബൻ ഉണ്ട്, നബിയെ ഇയാൾക്ക് കടണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നു. സഹാബാക്കൾ പറഞ്ഞു, നബിയെ സ്വഹാബിയ മയ്യത്ത് നിസ്കരിക്കണം. കേൾക്കണേ, ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്കണം. അത്ര ഗൗരവപ്പെട്ട വിഷയമാണിത്. നാളെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അള്ളാന്റെ മണ്ണ് കടന്ന് അനുഭവിക്കേണ്ടി വരും. സഹാബാക്കൾ ചോദിച്ചു, നബിയെ മയ്യത്ത് നിസ്കാരത്തിന്? റസൂലുള്ളാഹി പറഞ്ഞു, ആ കടം വീട്ടാത്ത കാലത്തോളം ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല. കൂട്ടത്തിലുള്ള ഒരു കുടുംബക്കാരനെ ഏറ്റെടുത്തു, നബിയെ ഞാൻ വീട്ടിക്കോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു, മയ്യത്ത് നിസ്കരിച്ചു. ദിവസങ്ങൾ 1, 2, 3 കഴിഞ്ഞപ്പോൾ ആ സ്വഹാബിന്റെ വീട് അന്വേഷിച്ച് റസൂലുള്ളാഹി കയറി ചെന്ന് ചോദിച്ചു, സഹോദരാ, നീ ആ മയ്യത്തിന്റെ കടം വീട്ടിയോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ. റസൂലുള്ളാഹിന്റെ മുഖം ചുവക്കാൻ തുടങ്ങി. വെറുപ്പും ദേഷ്യവും കൊണ്ട് പ്രവാചകൻ ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി നടന്നു. 2ാമത്തെ ദിവസം റസൂലുള്ളാഹി വന്ന് ചോദിച്ചു, സഹോദരാ, കടം വീട്ടിയോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, പറ്റിയിട്ടില്ല. 3ാമത്തെ ദിവസം ആ സ്വഹാബി തിരിച്ചു പറഞ്ഞു, റസൂലേ, ഞാൻ കടം വീട്ടിട്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുന്നുണ്ട്, അൽഹംദുലില്ലാ, എങ്കിൽ ഇന്നു മുതൽ കബറിൽ അവന്റെ തൊലിയുടെ മാംസത്തിന്റെ തിളപ്പ് പടച്ചോനൊന്ന് കുറച്ചെടുക്കും. ഇങ്ങനെ കടം വീട്ടാതെ എഴുതി വെക്കാതെ മരിച്ചുപോയ വ്യക്തികൾ മരിച്ച് കബറിലേക്ക് വെച്ചാൽ ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന അവന്റെ തൊലിയുടെ ഉള്ളിലുള്ള മാംസം അങ്ങനെ വെന്തുകൊണ്ടിരിക്കും. ആ കടം വീട്ടുന്ന കാലത്തോളം. ചില്ലറ കളിയല്ല. അപ്പാരോടും മാരോടും കൂടിയാ പറയുന്നത്. കടം 5 ഉറുപ്പ്യാണെങ്കിലും 1 ഗ്ലാസ് പഞ്ചസാരയാണെങ്കിലും കടം കട. മീൻകാരന്റെ 10 ഉറുപ്പ്യ ഓനങ്ങ് കബൂലാക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഓന്റെ മനസ്സിലും ഓൻ എഴുതി വെച്ചെടുത്തു അതുണ്ടെങ്കിൽ അവനാന്റെ കബർ നന്നാവൂല. ഇന്ന് എത്ര മനുഷ്യന്മാരാ സാന്ദർഭികമായിട്ട് പറയാ ഞാൻ, കടം എഴുതി വെക്കാത്തവരുണ്ട്, അത് വീട്ടാത്തവരുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വിഷയത്തിൽ പറഞ്ഞ ഒറ്റ ഗൗരവപ്പെട്ട ആയത്ത് വചനം കേട്ടാ പോരെ. നിങ്ങൾ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ മക്കളോട് ലോകത്തിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, മക്കളെ, നിങ്ങളെ വാപ്പാക്ക് കടമുണ്ടെങ്കിൽ, നിങ്ങളെ ഉമ്മാക്ക് ബാധ്യതയുണ്ടെങ്കിൽ, വാപ്പന്റെ പേരിലുള്ള ഉമ്മാന്റെ പേരിലുള്ള സ്വത്ത് വിറ്റ് കിട്ടി ആ പണം കൊണ്ട് ആ കടം വീട്ടിയതിനു ശേഷം മാത്രമേ ബാക്കി സ്വത്ത് നിങ്ങൾ വീതിക്കാൻ പാടുള്ളൂ. അതിന്റെ മുൻപ് നിങ്ങൾ അത് വീതിക്കരുത്. ഇസ്ലാമിന്റെ ഇസ്സത്താണത്. ഇനി അഥവാ അങ്ങനെ വാപ്പാന്റെ സ്വത്ത് വിറ്റിട്ടും വാപ്പാന്റെ കടം തീരുന്നില്ലേ, വാപ്പാന്റെ കബർ ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെ, ആ കടം വീട്ടാൻ മക്കൾ ഒരുമിക്കണം, മക്കൾ ഒരുമിച്ച് കൂടണം. ഇന്നെന്താ കഥ? വാപ്പാരെ എഴുതി വെക്കുന്നില്ല. എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓരോരുത്തരും മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. മീൻകാരൻ അഴിമതിന് എഴുതിച്ചിട്ടുണ്ടോ? കച്ചവടക്കാരന് പെട്ടെന്ന് ഓട്ടോറിക്ഷ വന്നപ്പോ അവിടുന്ന് വാങ്ങിക്കൊടുത്ത 50 ഉറുപ്പ്യ, അയൽപ്പക്കത്തെ പെണ്ണിനോട് വാങ്ങിയ 150 ഉറുപ്പ്യ, എന്തോ സാധനം വാങ്ങിക്കൊണ്ടോ നേരം പറഞ്ഞു, ഞാൻ തരട്ടോ പൈസാന്ന്. ചെറിയ പൈസ ആയപ്പോൾ ചോദിക്കാൻ ഒരു മടി. അങ്ങനെയാ, ഒരു 10 ഉറുപ്പ്യ ഒന്നും ആരും ചോദിക്കൂല. ഞാനൊക്കെ എന്നോട് ഒരു 10 ഉറുപ്പ്യ 1 ഉറുപ്പ്യ ഒരാൾ ചോദിച്ചാൽ കടാന്ന് പറഞ്ഞാൽ പറയും, ഞാൻ ചോദിക്കട്ടോ 1 ഉറുപ്പ്യ ആണെങ്കിലും വിഷമം വിചാരിക്കരുത്. കാരണം 1 ഉറുപ്പ്യന്റെ പേരിൽ എന്റെ കബറിൽ ഈ തിളച്ച ശരീരമായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. എത്ര ആളുകളാ കടം വാങ്ങി പറ്റിക്കുന്നത്? എത്ര പേരാ കടം വാങ്ങി മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കുന്നത്? കടം കൊടുത്തോനിപ്പം തലയും കുമ്പിട്ട് നടക്കുക. കാരണം ചോദിച്ചതിന്റെ പേരിൽ കുറ്റം. അവധി 1 പറഞ്ഞു, അവധി 2 പറഞ്ഞു, 3ാമത്തെ അവധിക്ക് അവനോട് ചോദിച്ചപ്പോ തിരിച്ചു പറയാ, എന്റെ ഒരു പൈസ ഞാൻ അങ്ങനെ നാട് വിടുന്നൊന്നുമില്ല, തരാ. കൊടുത്തോൻ വടിയും കടിച്ചിട്ട് പല്ലും കടിച്ച് സങ്കടപ്പെട്ട് നടക്കുക. ഓൻ കിട്ടുന്ന ദിവസത്തെ അട്ടിപ്പൊളിക്ക് വേണ്ടിയിട്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് ജോറായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ കടം വീട്ടാതെ അവനവന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലും ഹലാലല്ലാന്ന് പഠിപ്പിച്ച മതമായി ഇസ്ലാം. ആ കടം വീട്ടിങ്ങൾ ആദ്യം. അല്ലെങ്കിൽ കടം തന്നവനോട് പോയിട്ട് വിധേയത്തോടെ പറയണം, ഈ നീട്ടിത്തരണം, എനിക്ക് കുറച്ച് എന്റെ ഇല്ലാഞ്ഞിട്ടാ, ഇനി എനിക്ക് അർജന്റ് ആണെങ്കിൽ കുറച്ചെങ്കിലും ഞാൻ ഒപ്പിച്ചു തരാം. ഇതൊക്കെയാ മര്യാദ. ഇന്നതൊന്നുമില്ല. എല്ലാ രംഗത്തുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര. കച്ചവട രംഗത്ത് ഒരു മയ്യത്ത്